ഹലോ നമസ്കാരം. വി ആർ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഏട്ടൻ പണിക്കെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കലത്തുള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ചോറ് അവിടെ അടുപ്പത്ത് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏട്ടൻ രാവിലെ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് കുറച്ച് വൈകിയാണ് ചോറും കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കിയത്. കാരണം ഏട്ടൻ കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ ഒക്കെ ആവാൻ ആയെടുക്കാൻ സമയമാവും. കാരണം രാവിലെ എൻ്റെ കൂടെ തന്നെ കുഞ്ഞാവ് എണീക്കും. രാവിലെ 5:30 ഞാൻ എണീറ്റാൽ എൻ്റെ കൂടെ തന്നെ അവൻ എണീക്കും. പിന്നെ മറ്റേ സമ്മതിക്കില്ല അവൻ. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ റവ കൊണ്ടുള്ള ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഏട്ടൻ പണിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ വീണ്ടും ഒന്ന് കിടത്തി ഉറക്കും. കാരണം രാവിലെ നേരത്തെ എണീക്കുന്നതല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അവനെ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ചായ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കുന്നത്. പിന്നെ അമ്മയുണ്ട്. അമ്മയടുത്ത് കുഞ്ഞാവനൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റവ കൊണ്ടുള്ള ഉപ്മാവാണ് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവ തന്നെയാണ് നമുക്ക് കിട്ടുകയാണെങ്കിലും നമ്മൾ വീട്ടിലതൊന്ന് ചൂടാക്കിയതിന് ശേഷം തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിച്ചൂട്ടിന് ചായയും ഉപ്മാവൊക്കെ കൊടുക്കണം. അതിന് ശേഷം വേണം മറ്റേ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റിച്ചൂട്ടിന് മറ്റേ ചായയും ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലാണ്. കുക്കറിൻ്റെ അടപ്പിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയിട്ടപ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്താലും കിട്ടാത്തൊരു ഫോൺ നമ്പറിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഗ്യാസ് കിട്ടാത്തത്. ഇപ്പോൾ എല്ലാം OTP ഒക്കെ വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തടസ്സമുണ്ട്. അപ്പോൾ അതാണിപ്പോൾ അടുപ്പിൽ. പിന്നെ തേങ്ങയൊക്കെ കറിയൊക്കെ വെന്തതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചു. പിന്നെ ഇനി ഒരു കാബേജ് തോരനും കൂടി ഉണ്ടാക്കണം. പിന്നെ കൂട്ടത്തിലൊരു പപ്പടം കൂടി ഉണ്ടാക്കണം കേട്ടോ. പുറത്താണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ അതിനിടയിൽ കുട്ടികളെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് അവരാണെങ്കിൽ ഉറക്കാൻ നോക്കിയിട്ട് അവരൊന്നും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെയിലിൻ്റെ ചൂട് കാരണം എന്താണെന്നറിയില്ല, അവർ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങി ഭയങ്കര വെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ആ ഒരു ചൂടിന് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. അമ്മാതിരി നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇനിയിപ്പം നമ്മൾ ഈ ഷെഡിലേക്ക് താമസം മാറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂട് കാരണം ചൂടിൻ്റെ ഇത് ആലോചിക്കുമ്പോൾ ആകെ പേടി. കാരണം നല്ല ചൂടായിരിക്കും. ഈ ഷീറ്റിൻ്റെ ചൂട് കാരണം അവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതറിയില്ല. എന്തായാലും നോക്കണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്. ഉച്ച സമയമാണ് കേട്ടോ. ഇപ്പോൾ 2 പേരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനവിടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. 2 പേരൊന്നും എന്താണാവോ ചൂട് കാരണം ഇന്ന് വേണമെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 2 പേരും വേണമെങ്കിൽ ഒന്നും ഉറങ്ങിയിട്ടുമില്ലെന്ന്. കുഞ്ഞാവ രാവിലെ ഉറങ്ങിയതാണ് കേട്ടോ. പിന്നെ അവൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് മറ്റേ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ടുള്ളൊരു തേങ്ങ അരച്ചുള്ളൊരു കറിയും പിന്നെ കാബേജ് തോരനും പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാനായിട്ട് ഇരുന്ന് നോക്കി നോക്കുമ്പോൾ അതിൽ കറിയിലും ഉപ്പേരിയിലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് രണ്ടാമത് എടുത്തിട്ട് വരാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ പിന്നെ പപ്പടത്തിലുള്ള ഉപ്പ് കൊണ്ട് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടതാണ്. ഇനി തുടർന്നും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.